നമുക്കിവിടെ നിന്നും വരാൻ കേട്ടോ. വഴിയൊന്നുമില്ല, നമ്മൾ പോകണമെങ്കിൽ. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിക്സർ പൈലറ്റ്. കോട്ടയത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്? ഓക്കെ, ഞാൻ പറയാം. വാഗമണ്ണ്, ഇല്ലിക്കൽക്കല്ല്, ഇലവീഴ, പൂഞ്ചിറ, മർമല വാട്ടർഫാൾസ്. പിന്നെ ഇടുക്കി ഭാഗത്തേക്ക് കുറച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പാഞ്ചാലിമേട്, പരുന്തുംപാറ, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ എല്ലാം പോകാൻ സാധിക്കും. പിന്നെ നമ്മൾ തന്നെ ഒരു ഹിഡൻ ജെം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 വർഷം മുമ്പ് നമ്മളൊരു കടവ് പുഴ വാട്ടർഫാൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിറച്ച ആളുകൾ വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മാറ്റി നിർത്തി പുതിയൊരു സ്ഥലം ഇവിടെ പോകും എന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു സ്ഥലമാണ് ഇന്ന് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വാട്ടർഫാളാണ്. വാട്ടർഫാളിൻ്റെ പേര് നമുക്ക് പോകുന്ന വഴി പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ആളുകൾ വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇതെനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കുറേ നാളുകളായിട്ട് ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ വരാറില്ല എന്നാണ് തോന്നുന്നത്. വഴിയൊക്കെ കുറച്ച് കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്കപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഈ കോട്ടയത്തെ സംബന്ധിച്ചോളം വാട്ടർഫാൾസ് ഒരുപാട് അധികമുള്ളൊരു ജില്ലയാണ്. അപ്പോൾ ചിലതിങ്ങനെ കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. ഇപ്പോൾ കട്ടിക്കയം വാട്ടർഫാൾസ് ആയാലും കടവുഴ വാട്ടർഫാൾസ് ആയാലും അതുപോലെ തന്നെ ഈ കടവുഴ വാട്ടർഫാൾസ് തന്നെ കണക്ട് ചെയ്ത് താഴത്തേക്ക് വരുമ്പോഴേക്കും പല പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഒരു അഞ്ചുമല വാട്ടർഫാൾ എന്നൊക്കെ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരു കിടിലൻ പ്ലേസാണ്. അപ്പോൾ നമ്മളിതിനു മുമ്പ് പോയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പൂഞ്ഞാറ് വാട്ടർഫാൾസ് ഉണ്ട്. ഈ അരുവിച്ചാലുണ്ട്, അരുവിക്കലുണ്ട്. അരുവിക്കൽ അമ്പലത്തിൻ്റെയാണ്. അതും നമ്മൾ കഴിഞ്ഞ ദിവസം റീസെൻ്റായിട്ട് ഇട്ടായിരുന്നു. അമ്പലത്തിൻ്റെ ചെറിയൊരു വെള്ളച്ചാട്ടം. പിന്നെ അരുവിച്ചാൽ വെള്ളച്ചാട്ടമുണ്ട്. തിരുവനന്തപുരത്തൊരു അരുവിച്ചാൽ വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്തൊരു അരുവിച്ചാൽ വെള്ളച്ചാട്ടമുണ്ട്. അത് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അവിടെ പക്ഷേ ഇറങ്ങുന്ന കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർഫാൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക്കാണ്. ഒരുപാട് മഴയും വെള്ളമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഓരോരോ ഭാഗത്ത് നമുക്ക് നല്ലൊരു സ്പോട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ഫാമിലി അധികം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് പിന്നെ ബാച്ചിലേഴ്സും അതുപോലെ തന്നെ ഇപ്പോൾ കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിലും കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുറച്ച് കാട് പിടിച്ചൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനെയാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന വാട്ടർഫാൾസും ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കയറി നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് വഴി കറക്റ്റ് അറിയില്ല, നമുക്ക് നോക്കി പോകണം. അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കി പോകാം. എന്തായാലും വെയിറ്റ് ചെയ്ത് കിട്ടില്ല സ്ഥലമാണ്. നമുക്കിവിടെ നിന്നും വരാൻ കേട്ടോ. ഗൈസ്, റോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പണ്ടിങ്ങനെ ആക്റ്റീവായിരുന്ന വഴിയായിരുന്നു തോന്നണം അല്ലേ? ഇപ്പോൾ അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാറില്ലെന്നാണ് തോന്നുന്നത്. അതുപോലെ ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് എന്തായാലും പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഓക്കെ, ഹിഡൻ പ്ലേസ്. യെസ്, നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്ലേസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹിഡൻ ജെം ഇൻ കോട്ടയം. അതുപോലത്തെ മറ്റൊരു പ്ലേസാണ്. ഇങ്ങനൂടെ ഉണ്ടോ വഴി? ഇങ്ങനൂടെ തന്നെ പോവാം. പാമ്പ് വല്ലതുമുണ്ടോ എന്നറിയില്ല. നമുക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം. ഇങ്ങനോട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള വഴി കിടക്കണം. എനിക്ക് തോന്നണേ വഴിയൊന്നുമില്ല, നമ്മൾ പോണെങ്കിൽ നമ്മൾ വഴി കണ്ടെത്തണം. ആരും പോകാത്ത വഴിയോട്
ഇത് ശരിക്കും ഏതാണ് വാട്ടർഫാൾസ്? വഴി തെറ്റിപ്പോയി, മറ്റേ തന്നെ വഴി. നമ്മളിവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോയായിരുന്നു, പക്ഷെ അങ്ങനെ പോയിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ നമുക്ക് മേളിൽ കൂടി തന്നെ വഴി ഉണ്ടാകുന്ന നോക്കാം. നേരെ ടോപ്പിലേക്ക് തന്നെ പോകാം. വഴിക്ക് മനസ്സിൽ കൊണ്ടുപോയത് വഴി കേട്ടോ. നമ്മൾ പോകുന്ന വഴിയുടെ വിഷ്വൽ കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് വരുന്നുണ്ട്, കിടിലനായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഞാൻ യാതൊരുവിധ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നാച്ചുറലായിട്ട് ക്യാമറയിൽ കാണുന്ന, നമ്മുടെ ഗോപ്രോയിൽ കാണുന്ന കറക്റ്റ് വിഷ്വലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. നല്ല വാട്ടർഫാളിൻ്റെ സൗണ്ട് ഒന്നുകൂടെ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നോക്കാം. ഇജാതി പ്ലേസ് കിടിലൻ സ്ഥലമാണ്. അങ്ങനെ ആർക്കും തന്നെ അറിയാത്തൊരു സ്ഥലമാണ് കേട്ടോ. പൊളി പ്ലേസ്, ഒന്നും പറയാനില്ല. നമുക്ക് ഇതിൻ്റെ താഴെയും നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. നമുക്ക് താഴെ കൂടി അങ്ങനെ കൂടി ഇറങ്ങി വരണം. വീഡിയോ എടുക്കുക, വീഡിയോ. അടി വീഡിയോ. ഗൈസ്, ഇനി സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുതരാം. ഉലക്കപ്പാറ വാട്ടർഫാൾസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ വാട്ടർഫാളിൻ്റെ പേര് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഇനി ഇവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള കാര്യം പറയാം. നിങ്ങൾ ഇല്ലിക്കൽക്കല്ല് റൂട്ടിലേക്ക് തന്നെ വരിക. അപ്പോൾ ഉലക്കപ്പാറ വാട്ടർഫാൾസ് സെർച്ച് ചെയ്ത് വരിക. എന്നിട്ട് മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം എന്നുള്ള ക്ഷേത്രമുണ്ട്. അതിപ്പോൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും. ഉലക്കപ്പാറ വാട്ടർഫാൾസ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തരത്തില്ല, അവർക്കും ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അനുഭവം വെച്ച് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ഷേത്രം വരിക, ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരിക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു റോഡ് ഉള്ളിലേക്കുണ്ട്. ഒരു ടാർട്ട റോഡ് തന്നെ
തന്നെയാണ്. അപ്പോൾ ഒരു കാറിനൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ റോഡിലേക്ക് ചെല്ലുക. ആ റോഡിൻ്റെ എൻ്റെ എത്തി കഴിയുമ്പോഴേക്കും നിങ്ങൾ സൈഡിലേക്ക് ഒതുക്കി പാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇപ്പോൾ നടന്നു പോയ വഴിയിലൂടെ പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.